എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതത്തെ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ വീഡിയോ തുടർന്ന് കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ മത്സ്യം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് നോക്കാം. അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങൾക്ക് മുമ്പിൽ ശ്രദ്ധ കിട്ടുവാനായിട്ട്, അവർ നിങ്ങളെ ആകർഷിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾക്ക് സംശയമുണ്ട്, അവർ നിങ്ങളെ സ്നേഹിക്കുമോ, നിങ്ങളുടെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, ഇഷ്ടപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറവാണ്. പക്ഷേ ആ സമയം അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനാണ്. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് നടക്കുന്ന അവരുടെ ചിന്തകളെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് കിട്ടുമായിരുന്നു. കാരണം നിങ്ങൾ അവരെ മോഹിക്കുമ്പോൾ, അവരെ ആഗ്രഹിക്കുമ്പോൾ, അവർ തിരിച്ച് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു ചുറ്റുപാടിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെ നിങ്ങളെ ഇഷ്ടപ്പെടാനും, നിങ്ങളെ സ്നേഹിക്കാനും, നിങ്ങളെ അറിയുവാനും ഒക്കെ വലിയ താല്പര്യത്തോടു കൂടി അവർ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹമുള്ളത് അവർ നിങ്ങളെങ്ങനെയെങ്കിലും സ്നേഹിക്കണം, അവർ നിങ്ങളെങ്ങനെയെങ്കിലും ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. അവരുടെ സ്നേഹം, അവരുടെ താല്പര്യം അത് നിങ്ങൾക്ക് വേഗം കിട്ടുകയും നിങ്ങൾക്കങ്ങനെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും കഴിയും. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. കാരണം ഇത്രയും കാലം അവർ നിങ്ങളോട് ഉള്ള സ്നേഹം മറച്ചു വെക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്ക് മുമ്പിൽ അവർ നിങ്ങൾക്ക് പുറകെ നടക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. അവർ അത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ മനസ്സ് മാറി വരികയാണ്. അവർക്കറിയാം, ഇനിയും അവർ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ അവർക്ക് എന്നേക്കുമായിട്ട് നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം അവർക്കുണ്ട്. ഒരുപാട് തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്ന് വന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി. ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾ ആ വ്യക്തിക്കുണ്ട്. ആ അനുഭവങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ആ വ്യക്തി അത് തുറന്ന് കാണിക്കുന്നതിന് ധൈര്യപ്പെട്ടിരുന്നില്ല, തുറന്ന് കാണിക്കുന്നതിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അത് കൂടുതൽ പ്രകടിപ്പിച്ച് കാണിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നു. ആ വ്യക്തി ഒരു പ്രത്യേക ലോകത്താണ്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ തുലവും വ്യത്യാസമാണ്. ആ വ്യക്തിയുടെ ജീവിത സാഹചര്യമല്ല നിങ്ങളുടേത്, നിങ്ങളുടെ ജീവിത സാഹചര്യമല്ല ആ വ്യക്തിയുടേത്. പലപ്പോഴും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള വ്യത്യസ്തമായ ജീവിത സാഹചര്യ നിമിത്തം ആ വ്യക്തിക്ക് പല സാഹചര്യങ്ങളും നിങ്ങളുടേത് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. നിങ്ങളെക്കുറിച്ച് പുറമേ കാണുന്നതിൽ വ്യത്യസ്തമായിട്ട് നിങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുവാനും പഠിക്കുവാനുമായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചില്ല. ചില ആളുകൾ ആ വ്യക്തിയിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള ചില കിംവദന്തികൾ, നുണകൾ ആ വ്യക്തിയോട് പറഞ്ഞ് പരത്തിയിട്ടുണ്ട്. ആ നുണകൾ മൂലവും ആ വ്യക്തിക്ക് നിങ്ങളോട് ചില വിയോജിപ്പുകളുണ്ടായി. പക്ഷേ ഇപ്പോൾ മാനസികമായിട്ട് ആ വിയോജിപ്പുകളൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട്. ആ വ്യക്തി മാറി നിന്നാൽ മറ്റുള്ളവർ നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ള ഭയത്തിലാണ് ആ വ്യക്തി അങ്ങനെ കൂടുതൽ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് മുയൽ ഒരു ഫയലായി സ്വീകരിച്ച ആ വ്യക്തിയുടെ റീഡിംഗ് ആണ് പറയുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ അത് പറയുവാൻ ആ വ്യക്തി ധൈര്യപ്പെടുന്നില്ല. ആ വ്യക്തിക്ക് എപ്പോഴും പിണക്കമാണ്, അല്ലെങ്കിൽ നാണമാണ്, ഭയമാണ്. ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നിങ്ങളത് ഉൾക്കൊള്ളുകയില്ലെന്നോ, നിങ്ങളത് മനസ്സിലാക്കിയില്ലെന്നോ ഒക്കെ ഉള്ള ഭയമാണ് ആ വ്യക്തിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി തൻ്റെ മനസ്സിലുള്ള ഇഷ്ടങ്ങൾ തുറന്നു പറയാതെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ തുറന്നു പറയാതെ മുന്നോട്ട് പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. കാരണം നിങ്ങളെ മനസ്സറിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു വരുന്നില്ല. ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ
സ്നേഹത്തിൽ ഒരുപാട് ആത്മവിശ്വാസക്കുറവ് കാണുന്നു. മനസ്സറിഞ്ഞ് ചിലരെയൊക്കെ ഭയപ്പെടുന്നുണ്ട്. ആ വ്യക്തി മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആ വ്യക്തി ചില ആളുകളെ ഭയപ്പെടുകയാണ്. നിങ്ങളുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ ചില ആളുകളിൽ നിന്ന് ശല്യം ഉണ്ടാകുമോ, ചില ആളുകൾ നിങ്ങളെ ഭയപ്പെടുത്തുമോ, ബന്ധത്തെ ഭയപ്പെടുത്തുമോ, അതിലുപരിയായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുമോ എന്നിത്യാദി ഭയങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആ വ്യക്തി ഇത്രയും കാലം നിങ്ങളെ അടുത്ത് വരാത്തത്, നിങ്ങളെ സ്നേഹിക്കാതിരുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ രഹസ്യമായിട്ട് ആ വ്യക്തി നിങ്ങളെ കൂടുതലായി സ്നേഹിക്കുന്നു. ഇനി കുറച്ച് ആളുകളെ ഭയപ്പെടുന്നുണ്ട് ആ വ്യക്തി. നിങ്ങളുമായിട്ട് ബന്ധമുണ്ടാക്കിയ അവർ എന്തെങ്കിലും ഭയപ്പെടുത്തുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ, അത് നിങ്ങളെയാകാം ആ വ്യക്തിയാകാം. അങ്ങനെയുള്ളൊരു ഭയത്തിൽ നിന്നുകൊണ്ടായതുകൊണ്ട് ആ വ്യക്തിക്കൊന്നും പറയാൻ കഴിയുന്നില്ല. സ്വന്തം ഇഷ്ടം ഈ ലോകത്തോട് വെട്ടിത്തുറന്ന് പറയുന്നതിന് ധൈര്യം കാണിക്കാതിരിക്കുന്ന ഒരു സ്വഭാവ പ്രകൃതിയാണ്. പല രീതിയിൽ ആ വ്യക്തി മറ്റു ചിലരോട് ഡിപ്പെൻഡ് ചെയ്യുന്നു. ആ ഡിപ്പെൻഡ് ചെയ്യുന്നവർ ആ വ്യക്തിയെ അത്ര ഇല്ലാതാക്കാൻ നോക്കുന്നു. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. പക്ഷേ വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ കടന്നു പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകും. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ വ്യക്തിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ, ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ വ്യക്തി വിജയിക്കും. ആ വ്യക്തിയുടെ അകാരണമായ ഭയം, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്. അങ്ങനെ ഭയമുള്ളത് കൊണ്ടും മറ്റുള്ളവരോട് തൻ്റെ സ്നേഹം, തനിക്കൊരാളോടുള്ള സ്നേഹം വെട്ടിത്തുറന്ന് പറയുന്നതിൽ ഒരു മടിയുള്ളത് കൊണ്ട് ആ വ്യക്തി ഒരുപാട് നാൾ തൻ്റെ ഉള്ളിലുള്ള സ്നേഹം മറച്ചു വെച്ചു. ആ സ്നേഹം മറച്ചു വെച്ചതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം വന്നില്ല. സ്നേഹം വരാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു ഗ്യാപ്പ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു. നിങ്ങൾ പലപ്പോഴും വിചാരിച്ചത് ആ വ്യക്തി ഒരിക്കലും നിങ്ങളെ ഉൾക്കൊള്ളില്ല, സ്നേഹിക്കില്ല, നിങ്ങളോട് വെറുപ്പാണ് ആ വ്യക്തിക്കെന്ന് പോലും നിങ്ങൾ പല ഘട്ടത്തിലും ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമല്ല. ഭയമായിരുന്നു ആ വ്യക്തിക്ക്. തൻ്റെ ഉള്ളിലുള്ള സ്നേഹം മറ്റുള്ളവരോട് പറയുന്നതിനെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, മറ്റുള്ളവരെ അമിതമായി ഡിപ്പെൻഡ് ചെയ്യുന്നു. സ്വന്തം ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ മടി, മറ്റുള്ള സമൂഹത്തോട് ഒരുമിച്ച് ചേർന്ന് മിങ്കിൾ ചെയ്ത് പോകുന്നതിൽ ചെറുപ്പം മുതലേ നിങ്ങളുടെ വ്യക്തിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മടിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ കഴിയാത്ത വരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുമൂലമാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ പറയാൻ നിങ്ങളോടുള്ള സ്നേഹം ഇതുവരെ പറയാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി, ഇനിയും ഞാൻ വൈകിയാൽ എൻ്റെ വ്യക്തിയുടെ ഉള്ളിലുള്ള സ്നേഹം കൊണ്ട് എനിക്ക് പൊറുതിമുട്ടുകയും എനിക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടുമെന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നു. അങ്ങനെ ആ വ്യക്തി വരും. പിന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു നീക്കം അനുകൂലമായി വന്നാൽ പോലും ആ വ്യക്തി അത് തുറന്നു പറയും. അങ്ങനെ നിങ്ങൾ ഒന്നാകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് നിങ്ങളോട് വെറുപ്പല്ല, സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും ഉടൻ തന്നെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.